എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 2 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ഇമാദ് മോൻ എന്ന് പറയുന്ന ഈ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മുഹമ്മദ് ഇമാദിൻ്റെ ഉപ്പ ആണ്. എൻ്റെ മോന് 1.5 വർഷത്തോളമായി HLH എന്ന ഒരു അസുഖം വന്ന് വിവിധ ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി. അമൃത ഹോസ്പിറ്റൽ, മദ്രാസ്, ബാംഗ്ലൂർ പോലത്തെ വിവിധ ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി. എല്ലാ ഡോക്ടേഴ്സും ഒരേപോലെ മജ്ജ മാറ്റി വെക്കണമെന്നാണ് പറയുന്നത്. മജ്ജ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയക്ക് വിധേയമാകാതെ വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഈ HLH എന്ന രോഗത്തിലില്ല എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. അതുപ്രകാരം ഇപ്പോൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ മോനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. 11-ാം തീയതി മോൻ്റെ മജ്ജ മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും സഹായിക്കണം. ഭീമമായ ഒരു സംഖ്യ ആവുകൊണ്ട് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ തിരുമുറ്റിക്കോട് പഞ്ചായത്തിലെ ചെരിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഒരു 2-3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇദ്ദേഹം ഒരു പ്രവാസിയാണ്. അവിടെ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. 1.5 വർഷക്കാലമായിട്ട് ആ ജോലിക്ക് പോലും നഷ്ടപ്പെടുത്തി മകൻ്റെ ചികിത്സയുമായിട്ട് കേരളത്തിലും പുറത്തുമായിട്ടുള്ള പല ഹോസ്പിറ്റലുകളും കയറിറങ്ങി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. വീടിനോട് ചേർന്ന ഭൂമി പോലും വിറ്റ് ചികിത്സ നടത്തി ഇനി യാതൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്നത്. ഇനി വിൽക്കാൻ വീട് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അത്രക്കും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ജനസമൂഹം നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കമ്മിറ്റിയൊക്കെ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ പോകുന്നത്. HLH എന്ന അസുഖം ബാധിച്ച് മുഹമ്മദ് ഇമാദ് മോൻ ഇപ്പോൾ കാലിക്കറ്റ് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണുള്ളത്. മജ്ജ മാറ്റി വെക്കണം, പക്ഷേ ചികിത്സക്ക് യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ ചികിത്സക്കും തുടർ ചികിത്സക്കുമായിട്ട് 65 ലക്ഷം രൂപയോളം കണ്ടെത്തേണ്ടതുണ്ട്. അത്രക്കും അർഹതപ്പെട്ട ഒരു കേസായതുകൊണ്ടാണ് ഇത്രയും ദൂരം വന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ എൻ്റെ സഹോദരങ്ങളും ഈ പൊന്നുമോന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായം, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു. സഹായം നൽകാൻ കഴിയാത്തവർ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ നിങ്ങളോട് സംസാരിക്കും. പ്രിയമുള്ളവരെ, ഞാൻ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹ്റ. മുഹമ്മദ് ഇമാൻ എന്ന കുട്ടി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമായി മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. 65 ലക്ഷം രൂപയോളം കുട്ടിയുടെ ഓപ്പറേഷത്തിനും ചികിത്സയ്ക്കുമായി ആവശ്യമായി വന്നിരിക്കുന്നു. ഈ ഒരു കുടുംബം വിചാരിച്ചാൽ അത്രയും വലിയൊരു സംഖ്യ ഉണ്ടാക്കി ഈ പൊന്നുമോൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായത്തോടു കൂടി നമ്മുടെ ഈ പൊന്നുമോൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചോളൂ. പ്രിയമുള്ളവരെ, മുഹമ്മദ് ഇമാദ് എന്ന കുട്ടി തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചെരുപ്പൂർ എന്ന ഗ്രാമപ്രദേശത്തെ പോത്തമ്പറമ്പിൽ ഉമ്മർ റസിയ ദമ്പതികളുടെ ആകെയുള്ള ഒരു ആൺതരിയാണ്. 1.5 വർഷക്കാലത്തിലധികമായി ഉമർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇരിക്കുന്ന വീടിന്റെ സ്ഥലം പോലും വിറ്റ് ചികിത്സ നടത്തിയിരിക്കുകയാണ്. കുട്ടിക്ക് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ ആ കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. ഉമറിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ടാണ് ഈ ഗ്രാമം മുഴുവൻ നിങ്ങളുടെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സാമ്പത്തിക സഹായം ഈ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കണം, ഞങ്ങളെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മുഹമ്മദ് ഇമാദ് എന്ന കുട്ടിക്ക് മാരകമായ രോഗം പിടിപെട്ട് വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന് 65 ലക്ഷം രൂപയാണ് ഇതിന് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ അപ്പുറം പോവല്ലാതെ കുറയാനൊരിക്കലും സാധ്യതയില്ല. എല്ലാ ആളുകളും മനസ്സറിഞ്ഞുകൊണ്ട് സഹായിക്കണം, ഇത് ഏറ്റെടുക്കണം. അതോടൊപ്പം നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഇതിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഈ മഹലിൻ്റെ ഖത്തീബ് എന്ന നിലക്ക് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അള്ളാഹു പൂർണ്ണ വിജയത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഞാൻ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റാണ്. എൻ്റെ പേര് CM മനോമോഹനൻ. മുഹമ്മദ് ഇമാദ്, 2 വയസ്സാണ് ആ കുട്ടിയുടെ പ്രായം. ഇപ്പോൾ അടിയന്തര ഘട്ടത്തിൽ ഈ കുട്ടിയുടെ 3 ദിവസം കൊണ്ട് തന്നെ ഈ കുട്ടിക്ക് മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തണം. വളരെ നിർധന കുടുംബമാണ്. ഈ 2 വയസ്സുള്ള പിഞ്ചുവമനയ്ക്ക് അവൻ കുട്ടിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ, ആ കുട്ടിക്ക് ഒരു കൈത്താങ്ങ് നൽകാൻ, ആ കുട്ടിയുടെ ഉപ്പാക്കും ഉമ്മാക്കും ഈ നാടിനും ഒരു സന്തോഷം തരുവാൻ, ആ കുട്ടിയുടെ ജന്മം വീണ്ടെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏവരും ഓരോരുത്തരും അകമഴിഞ്ഞ് സഹായിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവരും കൂട്ടായി നിന്നുകൊണ്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിലെ പോത്തമ്പറമ്പിൽ ഉമ്മർ എന്നവരുടെ മകൻ മുഹമ്മദ് ഇമാദ് എന്ന കുട്ടി മാരകമായ അസുഖം ബാധിച്ച് ചികിത്സയിലാണ്. ആ പൊന്നുമോൻ്റെ ജീവന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം നൽകിക്കൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പേര് വിശ്വംഭരൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃക്കാലം മണ്ഡലത്തിൽ കർഷക മോർച്ച എന്നൊരു സംഘടനയുടെ പ്രസിഡന്റാണ്. ചെരിപ്പൂർ എന്ന ഗ്രാമത്തിൽ ഇന്ന് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു കുട്ടിയുടെ ദയനീയമായ അവസ്ഥ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുക എന്നുള്ള ഒരു കടമ നിർവഹിക്കാനാണ്. ആയതിന് എല്ലാവിധ സഹായവും ചെയ്ത് ഈ ധാർമ്മിക പ്രവൃത്തിക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവരും നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഇവരെല്ലാം പറഞ്ഞ പോലെ അത്രക്കും അർഹതപ്പെട്ട ഒരു കുടുംബമാണ്. അത്രക്കും അത്യാവശ്യ ഘട്ടത്തിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി 2-3 ദിവസം മാത്രമാണ് നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളത്. ഇവിടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ വെക്കുന്നുണ്ട്. അതിലേക്ക് അയച്ച് നിങ്ങളുടെ പരമാവധി സഹായം എത്രയും പെട്ടെന്ന് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തും എല്ലാ സഹോദരങ്ങളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.